നോക്കി നടക്കണ്ട ലൈനേ. ഓ ശരി ബെസ്റ്റി. ഏയ് ഒന്ന് നിന്നേ. എന്താ കാര്യം? വാലന്റൈൻസ് ഡേ ഗിഫ്റ്റിന്റെ സെക്ഷൻ എവിടെയെന്നൊന്ന് പറയോ? ഇവൻ ഇവിടുന്ന് വരുന്നേ? ഈ ഷോപ്പ് മുഴുവൻ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അല്ലേ? ഹലോ, ഞാൻ ക്ലിയർ ആയി കേട്ടില്ല, എന്താ പറഞ്ഞേ? അത് പിന്നെ ഇവിടെ മുഴുവൻ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണല്ലോ, പിന്നെന്തിനാ ചോദിച്ചേ? നല്ല അടിപൊളി കളക്ഷൻസ് ഷോപ്പിലുണ്ടോന്ന് ചോദിച്ചേ. ചേട്ടന് ആള് മാറിപ്പോയി, ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ല. ഞാനും നിങ്ങളെ പോലെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വന്ന കസ്റ്റമറാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലേ ദേ അവിടെ സ്റ്റാഫ് ഉണ്ട്, അവരോട് ചോദിച്ചാ മതി. ചേട്ടാ ഒന്ന് വഴി മാറി തരുമോ? ഞങ്ങളൊന്ന് പൊക്കോട്ടെ. സോറി, നിങ്ങൾ പോയിക്കോളൂ. ശിവ പിള്ളേരും കൂട്ടി വാ. ഓക്കേ ചേച്ചി. ആർക്കായിരിക്കും അവൾ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങുന്നേ? ഇനി ബോയ് ഫ്രണ്ടിനാവോ? കണ്ടുപിടിച്ചല്ലേ പറ്റൂ. പൊന്നു പാർക്കുട്ടി, ചേച്ചിയുടെ കയ്യിൽ ആകെ കുറച്ച് കാശേ ഉള്ളൂ. ആദ്യം അച്ഛനും അമ്മക്കുള്ള ഗിഫ്റ്റ് വാങ്ങട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിലേ പാർക്കുട്ടിക്ക് വാങ്ങി തരാട്ടോ. ഓ വാങ്ങി തരാടി. മാഡം ടെഡി ബീസ് വാങ്ങാനാണ് വന്നേ? ആ ഭാഗത്ത് നല്ല കളക്ഷൻസ് ഉണ്ട്, വരൂ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഏയ് അല്ല സിസ്റ്റർ, ഞങ്ങൾ ടെഡി ബീസ് വാങ്ങാനല്ല വന്നേ, ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങാനാ. ബോയ് ഫ്രണ്ടിന് കൊടുക്കാനാണോ മാം? അല്ല, എന്റെ അച്ഛനും നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ. ഓ സോറി മാഡം, ഞാൻ അറിയാതെ ചോദിച്ചതാ. ഏയ് അതൊന്നും സാരില്ലെന്നേ, എന്നെ മാഡം ഒന്ന് വിളിക്കണട്ടോ, ലച്ചു എന്ന് വിളിച്ചാ മതി. ആഹാ, മാഡത്തിന്റെ പേര് ലച്ചു എന്നാണോ? എന്റെ പേര് ലച്ചുന്നാ. ആഹാ, അത് കളിക്കലോ, സെയിം പിച്ച്. ലച്ചു മാഡം വരൂ, പുതിയ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. ലച്ചു വേഗം എടുത്ത് തന്നെ, വൈകി വീട്ടിൽ ചെന്നാലേ അമ്മ വഴക്ക് പറയും. ലച്ചു എത്ര രൂപന്റെ ഗിഫ്റ്റ് വേണ്ടത്? അതിനനുസരിച്ച് ഗിഫ്റ്റ് എടുക്കാലോ. 700 രൂപന്റെ താഴെയുള്ള ഗിഫ്റ്റ് ഒക്കെ മതി. എങ്ങനത്തെ ടൈപ്പാ വേണ്ടേ? ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഗിഫ്റ്റ് മതി. എന്നാ ഇങ്ങോട്ട് വരും എല്ലാരും. ഒന്ന് വേഗം നടക്കടി പെണ്ണേ. നടന്നില്ലെങ്കിലോ? എനിക്ക് കണ്ട് മുഴുവൻ പാവക്കുട്ടികൾ വാങ്ങി തന്നിട്ടോളാം ബാലച്ചിന് പാപ്പർ സൂട്ടാവാന്. വാങ്ങി തരാടി, ഒന്ന് മിണ്ടാതിരി. ഓ ഈ ചേച്ചിയുടെ ഒരു സുഖം, എന്ന് വീട്ടിൽ പോകുമ്പോ ഓരോ പാവക്കുട്ടികളെ കൊണ്ടുപോകാലോ. ഏയ് അതൊന്നും പറ്റത്തില്ല മോളെ. ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? അത് പിന്നെ ഇവിടുത്തെ മുതലാളിനോട് എനിക്കൂടെ ഒരു ജോലിയാക്കി തരാൻ പറയോ? അതെന്തിനാ? എനിക്കിവിടെ പണിക്ക് പോകുമ്പോ കാശൊന്നും വേണ്ട, ഓരോ പാവക്കുട്ടികളെ തന്നാ മതി. അത് കൊള്ളാലോ പാർക്കുട്ടി, ഞാൻ മുതലാളിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെട്ടോ. ചോദിച്ചിട്ട് വേഗം പറയണേ. ഓ പറയാനേ. ശരിക്കും നല്ല ചക്കര ചേച്ചി. ലച്ചു വരൂ. എടാ മൊട്ടെ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ? എടാ ചുരുള, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? ആ മനസ്സിലായി മനസ്സിലായി, നിന്റെ പാറക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണല്ലേ? ഹൗ സമാധാനായി, നാളത്തോടെ നിന്റെ ശല്യം തീരുമല്ലോ. അതെന്താണ് ചുരുള നീ അങ്ങനെ പറഞ്ഞേ? എടാ മൊട്ടെ, നീ നാളെ ഇഷ്ടം പറയാൻ പോകുന്നതേ ഈ നാട്ടിലെ റൗഡിനോടല്ലേ? ആൾത്തിരി കുറുമ്പത്തിയാണെങ്കിലും എന്റെ പാറക്കുട്ടി ഒരു പാവാടാ. പാവാടയോ? അവള് പാന്റും കുപ്പായിട്ടാറ്. എടാ മണ്ടൻ ചുരുള, എന്റെ പാറക്കുട്ടി ഒരു പാവാണെന്ന്, പാവാടാന്ന്. ഓ ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണല്ലോ. അവള് പാവാടെ മേലാടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങുന്നേ? എന്റെ പാറക്കുട്ടിക്ക് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലേ, ഈ കടയിൽ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊടുക്കണം. അല്ല മൊട്ടെ, നിന്റെ കയ്യിൽ എത്ര കാശുണ്ട്? അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, എന്റെ കയ്യിൽ കുറെ കാശുണ്ടെന്നേ. എത്രയാടാ? 25 രൂപ. എടാ അത് തികത്തില്ലെങ്കിലേ ഉച്ചക്ക് ഓംലെറ്റ് അടിക്കാൻ അമ്മ 2 മുട്ട വാങ്ങാൻ 10 രൂപ കൂടി തന്നിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് 35 രൂപക്ക് വലിയ സമ്മാനം വാങ്ങാം. എടാ മുട്ട പൊട്ടെ, എന്തിനാടാ 35 രൂപക്ക് ഈ വലിയ ബൊമ്മ വാങ്ങുന്നേ? ഈ കട തന്നെ പാർക്കുട്ടിക്കാൻ വാങ്ങി കൊടുക്ക്. എന്നാ വാടി ചുരുള. എങ്ങോട്ട്? ഈ കട വാങ്ങുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് മുതലാളിയോട് സംസാരിക്കണ്ടേ? നീ വാടാ. ഓ ഈ പൊട്ടനാണല്ലോ പാർക്കുട്ടിയെ പ്രേമിക്കാൻ നടക്കുന്നേ. ഇവിടെ നിൽക്കൂ, ഞാൻ ഓരോ ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരാവേ. ഓക്കേ ലച്ചു. എടാ സുലൈമാനെ, എടാ സുലൈമാനെ. എന്തായി പാർക്കുട്ടി, ഞാൻ പഠിച്ച് 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 വലിയ ആളായിട്ടേ കുറേ പൈസ ഉണ്ടാക്കും. എന്നിട്ട് എന്തിയാ? എനിക്കില്ലേ വലിയ ടെഡി ബിയർ ഷോപ്പ് ഉണ്ടാക്കും, ഇതിനൊക്കെ വലിയ ടെഡി ബിയർ ഷോപ്പ്. എടി പാർക്കുട്ടി, അപ്പോൾ ഒരു ടെഡി ബിയർ എനിക്ക് തരുമോ? എടി പൊട്ടത്തി അമ്മുക്കുട്ടി, അത് വിൽക്കാൻ വേണ്ടിട്ടല്ലേ ടെഡി ബിയർ ഷോപ്പ് തുടങ്ങുന്നേ. പിന്നെന്തിനാ? എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയാ, ഞാൻ അതിൽ ചാടി കുത്തി തല മറിഞ്ഞ് കഴിക്കും. എന്ത് നടക്കാത്ത മനോഹരമായ സ്വപ്നം. ലച്ചു ഇതുപോലുള്ള ഐറ്റംസ് മതിയോ? സൂപ്പർ ചേച്ചി, സൂപ്പർ ചേച്ചി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെടുത്താലോ? എടി പാർക്കുട്ടി, ഇതുപോലുള്ള ഒരു ഗിഫ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നേ. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നേ, അതുപോലെ ചെയ്യാനാ. ഇത് വേണ്ടടി. ലച്ചു ഈ ഡോള് കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ലവേഴ്സിന് കൊടുക്കണമെന്നല്ലേ? ഞാൻ കുറച്ച് ഐറ്റംസ് കൂടി കാണിക്കാം, അതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതെടുത്തോളൂ. ചേച്ചി ചേച്ചി, ഞാൻ കിടക്കാച്ച ഐറ്റംസ് പോട്ടെ. ഓക്കേ പാർക്കുട്ടി. ലച്ചു ഇതെങ്ങനെയുണ്ട്? അയ്യോ എന്നാ ക്യൂട്ടാ. ലച്ചു ചേച്ചി ഇതെനിക്ക് വാങ്ങി തരൂ പ്ലീസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി. ലച്ചു അതിനെത്ര റേറ്റ്? ഇതിന് 1000ന്റെ മുകളിൽ വരും. അയ്യോ 1000ന് മുകളിലോ? ചേച്ചി അയ്യോ പാർക്കുട്ടി, ചേച്ചിയുടെ കയ്യിൽ അത്രയും കാശില്ലടി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ചേച്ചി. സാരല്ല പാർക്കുട്ടി, നമുക്ക് പിന്നെ ദിവസം വാങ്ങാനേ. ചേച്ചി ബസ് നിക്കടി, എന്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നില്ലേ, അപ്പൊ നമ്മൾ വാങ്ങി തരാന്നേ. സത്യം
വാങ്ങി തരാവേ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എത്ര ആൾക്കാരാ എനിക്ക് സമ്മാനം വാങ്ങി തരാനുള്ളേ? അത് കേട്ടപ്പോ തന്നെ ഈ പാറുകുട്ടിക്ക് ഒത്തിരി 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 സന്തോഷമായി ചേച്ചി. ചേച്ചി ഇത് വേണ്ട, വേറെ ഗിഫ്റ്റ് കാണിച്ചതാ. ഇതുപോലുള്ള ടെഡി ബിയേഴ്സ് ഒന്നും വേണ്ടല്ലോ. ഏയ് അതൊന്നും വേണ്ട. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ഷേപ്പ് ഗിഫ്റ്റ് ഉണ്ടോ? ഇതുപോലുള്ളതാണോ ഉദ്ദേശിച്ചേ? ആ ഇതുപോലുള്ള തന്നെ ഞാൻ ഉദ്ദേശിച്ചേ. ഈ ഹെയർ ഷേപ്പിലെ കുറച്ചുകൂടി ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുണ്ടോ? വൗ, ഇത് സൂപ്പർ. ചേച്ചി ഇത് വളരെ സിമ്പിൾ ആയി പോയില്ലേ? സിമ്പിൾ മതിരി, അച്ഛനും നമുക്ക് അതാ ഇഷ്ടം. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടടി, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അലങ്കരിക്കാം. അപ്പൊ അടിപൊളിയായിരിക്കും. ഓക്കെ ചേച്ചി. മാഡം ഇതുപോലത്തെ ഒരു ഐറ്റം കൂടി ഉണ്ട്. നോക്കട്ടെ. വൗ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഏതാ പാക്ക് ചെയ്യണ്ടേ? പിള്ളേരെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? രണ്ടും നല്ല ഭംഗിയുണ്ട് ചേച്ചി. ഇതിന് രണ്ടിനും എങ്ങനെ റേറ്റ് എന്ന് പറയോ? ഇതിന് രണ്ടിനും സെയിം പ്രൈസാ, 350. ഇത് വാലന്റൈൻസ് ഡേ കോംബോ ഓഫറാ. രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ 600 കിട്ടും. എടി ശിവ, രണ്ടും എടുത്താലോ? നല്ല ഭംഗിയുണ്ട് ചേച്ചി, രണ്ടും എടുത്തോ. ചേച്ചി രണ്ടും പാക്ക് ചെയ്തോളൂ ട്ടോ. പാറുകുട്ടി നിനക്കുള്ള ടെഡി ബിയർ പിന്നെ വാങ്ങി തരാട്ടോ. ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ കാശില്ലേ? കുഴപ്പമില്ല ചേച്ചി, ഇന്ന് രാത്രി നമ്മുടെ അച്ഛനും നമുക്ക് നമ്മുടെ സർപ്രൈസ് കൊടുക്കാൻ പോവില്ലേ? അതാണ് ചേച്ചിയുടെ ത്രില്ലിലാ. ചേച്ചിയുടെ ചക്കര, ലവ് യു ഡാ. ലവ് യു സോ 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 മച്ച്. എന്നാ നിങ്ങൾ ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നോളൂ, ഞാൻ അവിടെ ഗിഫ്റ്റ് എത്തിക്കാം. ഓക്കെ വെച്ചു, ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കാണാവേ. ബൈ മക്കളെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ചേച്ചി വാലന്റൈൻസ് ഡേ ഈ ഷോപ്പിംഗ് മോൾ മുഴുവൻ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചേച്ചി ഞങ്ങളൊന്ന് കണ്ടുവരട്ടെ. അയ്യോ അതൊന്നും വേണ്ട, വീട്ടിലേക്ക് അത് ലേറ്റ് ആയില്ലേ, അമ്മ വഴക്ക് പറയും. 5 മിനിറ്റ് മതി ചേച്ചി, ഏതായാലും ഇങ്ങോട്ട് വന്നതല്ലേ, ഞങ്ങളൊന്ന് കണ്ടുവരട്ടെ. പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി. 5 മിനിറ്റ് മതി, അതിനുള്ളിൽ എന്തായാലും ഞങ്ങൾ എത്താം. പ്ലീസ്. അമ്മനെ കൊണ്ട് എനിക്ക് അടി വാങ്ങി തരും പിള്ളേരെ. ഇല്ല വാങ്ങി തരൂല, സത്യം സത്യം സത്യം. എന്നാ വേഗം പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യട്ടോ. ലെക്ചേഴ്സിന്റെ മനസ്സമാധാനം പിന്നെ വേഗം നടക്കാൻ നോക്കി ചേച്ചി. പിള്ളേരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവട്ടോ, ഇങ്ങോട്ടേക്ക് വന്നേക്കണേ. അയ്യോ സോറി, എന്തെങ്കിലും പറ്റിയോ? ഞാനല്ല സോറി പറയണ്ടേ, ഞാനും അറിയാതെ മുട്ടിയേ. ഞാനും ശ്രദ്ധിക്കാതെയാ നടന്നേ. ലച്ചു ഒരു മിനിറ്റ്. എന്താ വിളിച്ചേ? ലച്ചുന്ന് അതല്ലേ തന്റെ പേര്? അത് തന്നെ എന്റെ പേര്, പക്ഷെ എന്റെ പേര് എങ്ങനെ അറിഞ്ഞു? എന്താ താൻ പേടിച്ചോ? എന്നെ അറിയോ താൻ? ഏയ് ഇല്ലടോ, ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുവാ. അപ്പൊ എന്റെ പേര്? ആ കുട്ടികൾ നിന്നെ ലച്ചു എന്ന് വിളിക്കുന്നു കേട്ടു. ഓ അങ്ങനെയാണോ? താൻ എങ്ങോട്ടാ ഓടുന്നേ? ഒരു മിനിറ്റടോ. ഇനി എന്താ കാര്യം? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? സഹായോ? ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതിയല്ലോ. എന്തോന്നടേ, ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റത്തില്ലേ? എന്താ കാര്യം പറയൂ. അത് പിന്നെ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല. അതിന്? ഈ വാലന്റൈൻസ് ഡേക്ക് അവളോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവാ. അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റും കൊടുക്കാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഗേൾസിന്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. താനൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ താനൊരു നല്ലൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരുമോ? അയ്യോ ഞാനോ? താൻ തന്നെ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്താ പോരെ? പ്ലീസ് നോ പറയല്ലേ, എനിക്കാണെങ്കിൽ സിസ്റ്റേഴ്സ് ആരുമില്ല, അതുകൊണ്ട് ഗേൾസിനെ പറ്റി ഒന്നും അറിയത്തില്ലെന്നേ. പ്ലീസ്. ഓക്കെ, എങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കാനാ തീരുമാനിച്ചേക്കുന്നേ? തനിക്ക് ഇഷ്ടമുള്ള ഏത് ഗിഫ്റ്റ് ആയാലും കുഴപ്പമില്ല. എവിടുന്ന് വരുന്ന ഈ പ്രാന്തൻ? ഓ വല്ലാത്തൊരു ശല്യായി പോലോ. ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുത്തിട്ട് വേഗം തടി തപ്പാ. ചേട്ടാ ഈ ഗിഫ്റ്റ് കൊള്ളാം. തനിക്ക് ടെഡി ബീസ് ഇഷ്ടാണോ? ഏയ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ചിലപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ലച്ചു എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, വേറെ ഏതെങ്കിലും നോക്കിയാലോ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ആ ഇത് കൊള്ളാം, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന പിടിച്ചോ. ഹോ രക്ഷപ്പെട്ടു. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്ത്? അതിന് തന്നാരാ വിളിച്ചേ? അല്ല താനെന്തോ പറഞ്ഞല്ലോ. ഞാൻ അവിടെ എഴുതിയത് വായിച്ചതാ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓ അവിടെ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നോ? ഇവനൊക്കെ എവിടുന്ന് കുറ്റി പറിച്ചു വരുന്നോ ആവോ. എടി പാർക്കുടി വീട്ടിൽ പോണ്ടേ, ഇങ്ങോട്ട് എടാ 35 രൂപക്ക് ഒരു കുന്തും കിട്ടത്തില്ലടാ. എനിക്ക് കുന്തം വേണ്ട, ബൊമ്മ മതി. മക്കളെ നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് വേണ്ടേ? ഈ വലിയ ബൊമ്മക്ക് എത്ര ചേച്ചി? 1000ന്റെ മുകളിലുണ്ട് മക്കളെ. 1000 രൂപയോ? അപ്പൊ ഈ പാവക്കുട്ടികൾക്കോ? അതിനും 1000ന്റെ മുകളിൽ വരും. 25 രൂപക്ക് ഒന്നും കിട്ടത്തില്ല ചേച്ചി. അല്ലെങ്കിൽ ചേച്ചി 35 രൂപക്ക് വലിയൊരു ഗിഫ്റ്റ് എടുത്തോ. ഒന്ന് പോ പിള്ളേരെ, മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ. എടാ മൊട്ടെ, എന്നാ നമുക്ക് വിട്ടാലാ? ചേച്ചി അവർക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് എടുത്തു കൊടുത്തേക്ക്. ഞാൻ അറിയുന്ന പിള്ളേരാ. എടാ മോനെ, ഇത് ഞാനാടാ. ഇത്ര പെട്ടെന്ന് മറന്നോടാ നീ? നിന്റെ കുഞ്ഞച്ചയുടെ കുഞ്ഞമ്മായിയുടെ മോനാടാ ഞാൻ. ചേട്ടാ ചേട്ടനെ കണ്ടിട്ട് എത്ര നാളായി ചേട്ടാ? ഇപ്പോഴെങ്കിലും മൊട്ടനൊന്ന് വന്ന് കാണാൻ തോന്നില്ല ചേട്ടാ. എടാ മൊട്ടെ, ആരാണത്? എനിക്കറിയില്ല. അപ്പൊ നീ ഇത്ര നേരം ആക്ട് ചെയ്തതാ? ആ ചേട്ടൻ ഗിഫ്റ്റ് വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ, എനിക്കെന്റെ പാറക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മതിയല്ലോ. ഓ വല്ലാത്തൊരു സാധനം തന്നെ. മോനെ ഏത് ഗിഫ്റ്റാ വേണ്ടേ? ദേ ഈ ഗിഫ്റ്റ് എടുത്ത ചേച്ചി, ഇതിന് 300 രൂപ വരട്ടെ മോനെ. ഇത് താ ചേച്ചി, കാശൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നേ. എല്ലാം എന്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞച്ചന്റെ ചേട്ടൻ തരുന്നേ. അല്ല ചേട്ടാ? അതെ അതെ. എടാ പൊട്ട മൊട്ടെ, നീ എന്ത് പണിയാണ് കാണിച്ചേ? എന്താടാ? ആ ചേട്ടൻ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞേ, നീ എന്തിനാണ് ചെറിയ ഗിഫ്റ്റ് എടുത്ത് ആ വലിയ ബൊമ്മ എടുത്തിടായിരുന്നില്ലേ? എടാ ചുരുള, ഇതിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നോക്കി എന്താ? ഈ എലിക്കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് എന്റെ പാർക്കുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നേ. ഇത് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാ. നീ കഷ്ടപ്പെടാതിരുന്നാ മതി. താങ്ക് ചേട്ടാ, വലിയ ഉപകാരം. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. പാട ചുരുള.
രണ്ടാളൊന്ന് നിന്നേ. ഈ ഗിഫ്റ്റ് രണ്ടുപേർക്ക് ചുമ്മാ അങ്ങ് വാങ്ങി തന്നതല്ല. ഞാൻ പറയുന്ന പണി നിങ്ങൾ അങ്ങ് ചെയ്തിട്ട് പോയാ മതി. പണിയോ? എന്ത് പണി? ഞാൻ പറയാം.